നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ലൂസ് അടിക്കട എന്ന് പറയുന്ന വാക്ക് ഇന്നും ഭയങ്കര ട്രെൻഡിങ് ആണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്ത് മൊത്തവും ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടവരെല്ലാം ലൂസ് അടിക്കട എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ട്രെൻഡാണ്. അതിനകത്ത് വടം വലി എന്ന് പറയുന്ന സംഭവം, അതിനകത്ത് സ്പോയിലറായിട്ട് ഞാനൊന്നും പറയുന്നില്ല, അതിനകത്ത് പറയുന്ന ഒരു പദപ്രയോഗമാണ് ലൂസ് അടിക്കട. അതായത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില സാധനങ്ങൾ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കയറാനുള്ളൊരു ഒരു വാക്കാണ് ആ സാധനം ലൂസ് അടിക്കണം. നമുക്ക് ആദ്യം ആ സിനിമ കാണുമ്പോൾ അത്രയും അത് ഫീൽ ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ സിനിമ കണ്ടവർക്കറിയാം ലൂസ് അടിക്കട എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പരീക്ഷയുടെ സമയത്ത് സാറ് സിനിമ കഥ പറയാൻ വന്നിരിക്കുകയാണോ? അതല്ല, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 2 ദിവസം, ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, അതായത് 2-2.5 ദിവസമുണ്ട്. 3 ദിവസം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായറൊക്കെ വലിയ രീതിയിൽ പഠിക്കാത്തവരാണ് നല്ല ശവനം. ഇന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ശവനം. ഇത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് ഫിസിക്സ് കഴിഞ്ഞ് മാത്സ് കഴിഞ്ഞ് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കഴിഞ്ഞില്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങ് അടിച്ച് പൊളിക്കാം. അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള തോന്നൽ വരുമ്പോഴും നമ്മൾ ലൂസ് അടിക്കടാ എന്ന് വേണം. കാരണം അറിയോ, ഇടിച്ച് കയറണോടെ. കാരണം നമ്മളെ വിജയിപ്പിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഒത്തു നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയാൻ നമ്മളെ മാക്സിമം, വടംവലിയുടെയൊക്കെ സിറ്റുവേഷൻ എന്തുവാ, നമ്മൾ അന്നേരം നമ്മുടെ ദേഹം മൊത്തം മുറിയുമായിരിക്കും, പക്ഷെ ജയിച്ചേ പറ്റൂ. നമുക്കിവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പറ്റൂ. കാരണം ഗംഭീരമായിട്ട് പഠിക്കണം. അത് ഷോർട്ട് വീഡിയോസോ കണ്ട്, ഷോർട്ട് നോട്ട്സോ ഒക്കെ കണ്ട് പഠിച്ച് എഴുതി ഓരോ വിഷയം. അല്ലെങ്കിൽ ഇനി വലിയ സംഭവം, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയോളജി വലിയ സംഭവമില്ല, എല്ലാത്തിനും സംഭവമുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഓരോ മാർഗം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു രീതി നിങ്ങൾ താഴോട്ട് പോകരുത്. ഇപ്പോൾ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു 1.5 മണിക്കൂർ വീഡിയോ ആണ്. കാരണം ആ 1.5 മണിക്കൂർ വീഡിയോ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കണ്ട കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ 1 മണിക്കൂർ പഠിച്ച 10 മുതൽ 15 മാർക്ക് വരെ, 10 മാർക്കുള്ള സിലബസ് എങ്കിലും 15 മാർക്ക് വരെ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ നിന്നുള്ള ക്വസ്റ്റിനെ ചോദിക്കൂ. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓരോ ഷോർട്ട് ചെറിയ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മളെപ്പോഴെങ്കിലും താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു വന്നവരാണ്, അല്ല നമ്മളൊന്നും വലിയ സംഭവമല്ല. നമ്മൾ പരീക്ഷയുടെ ആ ഒരു ഗ്യാപ്പുകളിൽ മാക്സിമം 24 മണിക്കൂർ 18 മണിക്കൂറും ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അതിന് മുമ്പ് ചിലപ്പോൾ പഠിച്ചു കാണത്തില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് മാക്സിമം പഠിച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് 6 ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടിയിട്ട് നമ്മൾ കുളവാക്കി കളഞ്ഞു എന്ന് നമുക്ക് പറയരുത്. അന്നേരം അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് തകർത്ത് നിങ്ങൾ പരീക്ഷ എഴുതുക. നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് പോലെ നമ്മൾ ഹയർ സെക്കൻഡറിയിലെ എല്ലാ കുട്ടികളും മഞ്ഞുമൽ ബോയ്സായി മാറുക. എന്നിട്ട് ലൂസ് അടിക്കടാ. എപ്പാ നല്ല ജിൽ പോലെ നല്ലപോലെ കെമിസ്ട്രി, ഓർഗാനിക്കും ഒക്കെ നല്ല എഴുതി പഠിച്ച്, ഇനോർഗാനിക്കും ഒക്കെ ചെയ്ത്, പ്രോബ്ലംസും ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഓരോ നിമിഷവും നല്ല ജിൽ പോലെ അടിച്ചടിച്ച് നിൽക്കണം. എന്നാലേ നമുക്ക് നിൽക്കത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ അടുത്ത പരീക്ഷയും വലിയ ഗ്യാപ്പുകൾ ഇനി അധികം ഇല്ല. എന്നിട്ടും നമ്മൾ അതുപോലെ നിൽക്കണം. നല്ല മാർക്ക് കിട്ടട്ടെ. നല്ലപോലെ നല്ല വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുമ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളങ്ങ് തുടങ്ങിക്കോ. ഇപ്പം തുടങ്ങാത്തവർ പോലും കമൻറ്റ് ഇട്ടോ, ഇപ്പം തുടങ്ങാത്തവർ ഇപ്പം തുടങ്ങിക്കണം. നെവർ എവർ ഗീവ് അപ്പ്.